ഇവർക്ക് നമസ്കാരം. അഡ്വോക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കൃഷികളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലെ ഭക്ഷ്യവിളകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. വളരെ വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ നാണ്യവിളകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. എന്നാൽ വ്യാവസായിക വാണിജ്യ പ്രാധാന്യമുള്ള വിളകളെ വിളിക്കുന്ന പേരാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാണ്യവിളകളെ നമുക്ക് നാലായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ആദ്യം നാരുവിളകൾ, രണ്ട് പാനീയ വിളകൾ, മൂന്ന് സുഗന്ധ വിളകൾ, നാല് മറ്റു വിളകൾ. അതായത് ഇന്ത്യയിലെ നാണ്യവിളകളെ നമുക്ക് നാലായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധ വിളകൾ, മറ്റു വിളകൾ. എന്താണ് നാരുവിളകൾ? നാരുവിളകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരുത്തിയും ചണവുമാണ് പ്രധാനമായിട്ടും നാരുവിളകൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഇനി പാനീയ വിളകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. തേയില, കാപ്പി തുടങ്ങിയവയാണ് പാനീയ വിളകളായിട്ട് ഉപയോഗിക്കാവുന്നത്. സുഗന്ധ വിളകളായിട്ട് ഉപയോഗിക്കുന്നത് ഏലം, കുരുമുളക് എന്നിവയാണ്. ഇനി മറ്റു വിളകൾ, ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത് റബ്ബർ, കരിമ്പ് തുടങ്ങിയവയാണ്. ഓരോന്നും വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നിരവധി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുമുണ്ട്. ആദ്യം നമുക്ക് പരുത്തിയെ പറ്റി പഠിക്കാം. പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അവിടെ ചേർത്ത് വെച്ചൊരു പോയിന്റ് പഠിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് പറഞ്ഞത്. ആദ്യത്തെ പോയിന്റ്, പരുത്തിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഏത് തന്നെയാണ്? ഇന്ത്യയാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകളിൽ ഒന്നാണ് പരുത്തി എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരുത്തിയും ചണവും ഏത് ഭാഗത്തിലാണ് വരുന്നത്? നാരുവിളകൾ എന്ന് പറയുന്ന ഭാഗത്തിലാണ് പരുത്തിയും ചണവും വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് പോവാം. പരുത്തി ഏത് തരം വിളയ്ക്ക് ഉദാഹരണം എന്ന് ചോദിക്കാം. ഖാരിഫ് ആണോ, റാബി ആണോ, സെയ്ദ് ആണോ എന്ന് ചോദിക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചതാണ്. പരുത്തി എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. ഒരു ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത് പരുത്തി എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു മികച്ച ചോദ്യമുണ്ട്. ലോക പരുത്തി ദിനം എന്നാണ്. ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഒക്ടോബർ മാസം 7-ാം തീയതിയാണ്. ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി സാധാരണ പരീക്ഷകളിൽ, ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവരാറുള്ള മറ്റൊരു ചോദ്യമാണ്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തിയാണ്. ഇനി പരുത്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായുള്ള ചില ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യം മണ്ണ്. ഏതു തരത്തിലുള്ള മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? അത് കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിൽ ആണ്. അതുകൊണ്ട് കറുത്ത മണ്ണിനെ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് പരുത്തി മണ്ണ്, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നെല്ലാം നമുക്ക് പറയാറുണ്ട്. ഇനിയും താപനില എടുക്കുന്ന സമയത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താപനില എന്ന് പറയുന്നത്. വളരെ വലിയ രീതിയിൽ വാർഷിക വർഷപാതം വേണ്ട വിളയല്ല പരുത്തി എന്ന് പറയുന്നത്. അതായത് പരുത്തി കൃഷിക്ക് വളരെ ചെറിയ മഴ മാത്രം ഏതിനും മതിയാവും? പരുത്തി കൃഷിക്ക് മതിയാവും. പരുത്തി ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, തെലങ്കാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയവ. എന്നാൽ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മ വേണം. ഇനി പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിറ്റൂരാണ്. ചിറ്റൂര് പരുത്തി കൃഷിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ചിറ്റൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരുത്തിയെ പറ്റി ഓർമ്മ വേണം. നമുക്ക് അടുത്ത വിളയിലേക്ക് പോവാം. അടുത്ത വിളയാണ് ചണം എന്ന് പറയുന്നത്.
ചണം ഉൽപാദനത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനമാണ്. ചണം ഉൽപാദനത്തിലും ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഒന്നാം സ്ഥാനമാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. പരുത്തിയുടെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മളൊരു വിശേഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അങ്ങനെയുള്ള ഒരു വിശേഷണം ചണത്തിനുമുണ്ട്. സുവർണനാര്. സുവർണനാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അതേസമയം സുവർണനാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ചണം കൃഷിക്ക് 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ആവശ്യമാണ്. 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന താപനില ആവശ്യമായിട്ടുള്ള വിളയാണ് ചണം എന്ന് പറയുന്നത്. 150 സെന്റിമീറ്റർ കൂടുതൽ മഴ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന താപനിലയും ഏതിനാവശ്യമാണ്? ചണം കൃഷിക്ക് ആവശ്യമാണ്. ഇനി മണ്ണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ചണം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് നിർവാഴ്ചയുള്ള എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശങ്ങളാണ്. നിങ്ങൾക്കറിയാം ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ്. ചണം ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിനെ പോലെ തന്നെ ചണം ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളാണ് ആസാം, ഒഡീഷ എന്നിവ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതിനെ പറ്റി പഠിച്ചു വെക്കുക? ചണത്തിനെ കുറിച്ച് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത വിളയിലേക്ക് പോവാം. അടുത്ത വിളയാണ് തേയില എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു തേയില ഒരു പാനീയ വിളയാണ്. തേയില മാത്രമല്ല, തേയിലയും കാപ്പിയും പാനീയ വിളകൾ എന്ന് പറയുന്ന ഭാഗത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ജന്മദേശം മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഏത് തന്നെയാണ്? ചൈന തന്നെയാണ്. ആ ഒരു സ്ഥാനത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2ാം സ്ഥാനമാണ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 1ാമത്തെ രാജ്യം ചൈനയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പഠിക്കണം, തേയിലയുടെ ജന്മദേശവും ഏത് തന്നെയാണ്? ചൈന തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അസമാണ്. അല്ലെങ്കിൽ അസം എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. തേയില ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. തേയില ഉൽപാദനത്തില് 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. ഇനി ജൈവാംശം, ഹ്യൂമസ് കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്, ജൈവാംശം കൂടുതലുള്ള മണ്ണാണ്. ഇനിയും തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മഴ എന്ന് പറയുന്നത് 200 സെന്റിമീറ്ററിനും 250 സെന്റിമീറ്ററിനും ഇടയിലാണ്. 200 സെന്റിമീറ്ററിനും 250 സെന്റിമീറ്ററിനും ഇടയിലുള്ള മഴയാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മഴ എന്ന് പറയുന്നത്. ഇനി താപനില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താപനില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതി ഏതാണ്? കുന്നിൻ ചെരുവുകളാണ്. അപ്പോൾ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അസമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളാണ്. ഇനി തേയില ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റു 2 സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും എന്ന് പറയുന്നത്. കേരളവും തമിഴ്നാടും മറ്റു 2 സംസ്ഥാനങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതിനെ പറ്റി പഠിച്ചു വെക്കുക? തേയിലയെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത വിളയാണ് കാപ്പി എന്ന് പറയുന്നത്. കാപ്പി തേയിലയെ പോലെ തന്നെ ഒരു പാനീയ വിളയാണ് കാപ്പി എന്ന് പറയുന്നത്. കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത് എത്യോപ്യയാണ്. എത്യോപ്യയാണ് കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത്. എന്നാൽ കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അത് ബ്രസീലാണ്. കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം കർണാടകയ്ക്കാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. മിതമായ താപനിലയാണ് കാപ്പി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. 23°C മുതൽ 28°C ആണ് താപനില ആവശ്യമായിട്ട് വരുന്നത്. മഴയുടെ അളവ് 150 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്കുള്ള മഴയാണ് കാപ്പി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന കാപ്പികളാണ് അറബിക്ക, റോബസ്റ്റ, ലിബേറിക്ക എന്നിവയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന കാപ്പി ഇനങ്ങളാണ് അറബിക്ക, റോബസ്റ്റ, ലിബേറിക്ക എന്നിവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാപ്പി ഇനമാണ് അറബിക്ക എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് മറ്റു വിളകൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ള നാണ്യവിളകളാണ് ആദ്യം കരിമ്പ് എന്ന് പറയുന്നത്. കരിമ്പിന്റെ ജന്മദേശം എവിടെയാണ്? തീർച്ചയായിട്ടും ഇന്ത്യയാണ്. കരിമ്പിന്റെ ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യയാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ആ ഒരു ഭാഗത്ത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇനി കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കറുത്ത മണ്ണാണ്. കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിനോടൊപ്പം തന്നെ എക്കൽ മണ്ണിലും ധാരാളം വിളവ് ലഭിക്കുന്ന ഒരു വിളയാണ് എന്ന് പറയുന്നത് കരിമ്പ് എന്ന് പറയുന്നത്. താപനില 21°C-നും 27°C-നും ഇടയിലാണ്. 21°C-നും 27°C-നും ഇടയിലുള്ള താപനിലയാണ് ആവശ്യമായിട്ട് വരുന്നത്. മഴയുടെ അളവ് 75 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെയാണ്. 75 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെയാണ്. ഉത്തരേന്ത്യൻ മഹാസമുദ്രങ്ങളിലും ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളിലുമെല്ലാം വളരെ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് കരിമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കരിമ്പിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. നമുക്ക് അടുത്ത വിളയിലേക്ക് കടക്കാം. അടുത്ത വിളയാണ് റബ്ബർ എന്ന് പറയുന്നത്. റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. റബ്ബറിന്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അത് തായ്ലൻഡ് ആണ്. അപ്പൊ 2 പോയിന്റുകളാണ് പറഞ്ഞത്. റബ്ബറിന്റെ ജന്മദേശം എവിടെയാണ്? അത് ബ്രസീലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ്. എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒരു സംശയവുമില്ല, ഏതാണ്? കേരളമാണ് കേട്ടോ. ഏതാണ്? കേരളമാണ്, നമ്മുടെ സംസ്ഥാനമാണ്. ഇനി റബ്ബറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ നോക്കാം. ലാറ്ററൈറ്റ് മണ്ണാണ്. നമ്മൾ ചെങ്കൽ മണ്ണെല്ലാം എന്ന് പറയുന്ന ലാറ്ററൈറ്റ് മണ്ണിലാണ് റബ്ബർ ഏറ്റവും നന്നായിട്ട് വളരുന്നത്. 25°C മുകളിൽ താപനില ആവശ്യമാണ്. അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് പറയുന്നത്. 25°C മുകളിൽ താപനില ആവശ്യമാണ്. 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ ആവശ്യമാണ്. അപ്പോൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മഴ എന്ന് പറയുന്നത് 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ ആവശ്യമാണ്. 25°C കൂടുതൽ താപനില ആവശ്യമാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. എങ്ങനെയായിരുന്നു? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഇദ്ദേഹം അയർലൻഡുകാരനാണ്. 1902 പെരിയാറിന്റെ തീരത്ത് ആദ്യമായിട്ട് റബ്ബർ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. റബ്ബർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. നിങ്ങൾക്കറിയാം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെ തന്നെയാണ്, കോട്ടയത്താണ്. 2 സ്ഥാപനങ്ങൾ. റബ്ബർ ബോർഡ് സ്ഥിതി ചെയ്യുന്ന കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെ തന്നെയാണ്, കോട്ടയത്ത് തന്നെയാണ്. ഇനി നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ജന്മദേശങ്ങൾ ചോദിക്കാറുണ്ട്. ഓരോ വിളയുടെയും എവിടെ നിന്നാണ് അതിന്റെ ജന്മദേശം എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് മാമ്പഴമാണ്. മാമ്പഴത്തിന്റെ ജന്മദേശം ഏതാണ്? മാമ്പഴത്തിന്റെ ജന്മദേശം ഇന്ത്യയാണ്. മാമ്പഴത്തിന്റെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യയാണ്. ഏലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏലത്തിന്റെ ജന്മദേശവും ഏത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്.
മാമ്പഴത്തിന്റെ ജന്മദേശം ഇന്ത്യ ആയിരുന്നു. ഏലത്തിന്റെ ജന്മദേശവും എവിടെ തന്നെയാണ്? ഇന്ത്യയാണ്. പരുത്തിയുടെ ജന്മദേശം എവിടെയാണ്? കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. പരുത്തിയുടെ ജന്മദേശം ഏത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. പരുത്തിയുടെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യ തന്നെയാണ്. പരുത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് പഠിക്കാം കുരുമുളക്. കുരുമുളകിന്റെ ജന്മദേശം എവിടെയാണ്? കുരുമുളകിന്റെ ജന്മദേശവും എവിടെ തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 വിളകളാണ് നമ്മൾ പറഞ്ഞത്. മാമ്പഴം, ഏലം, പരുത്തി, കുരുമുളക് എന്നിവയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഉരുളൻകിഴങ്ങ്. ഉരുളൻകിഴങ്ങിന്റെ ജന്മദേശം പെറു ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഉരുളൻകിഴങ്ങിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? പെറു ആണ്. നെല്ലിന്റെ ജന്മദേശം ഏതാണ്? നമ്മൾ വിചാരിക്കും നെല്ലിന്റെ ജന്മദേശം ഇന്ത്യയാണ്. എന്നാൽ അങ്ങനെയല്ല. ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈനയാണ്. ചൈന തന്നെയാണ് തേയിലയുടെ ജന്മദേശം. അപ്പൊ 2 പ്രധാനപ്പെട്ട വിളകൾ, ഒന്ന് നെല്ല്, 2 തേയില. ഈ 2 ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ഇനിയും കൊക്കോ. കൊക്കോയുടെ ജന്മദേശമാണ് അമേരിക്ക എന്ന് പറയുന്നത്. കൊക്കോയുടെ ജന്മദേശം ഏതാണ്? അമേരിക്കയാണ്. ഇനിയും ബ്രസീല് ജന്മദേശമായിട്ട് വരുന്ന ചില വിളകളുണ്ട്. ഓർത്തു വെച്ചോണം. കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ. ഒരിക്കൽ കൂടി പറഞ്ഞുതരും. കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ എന്നിവയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇത്? ബ്രസീൽ എന്ന് പറയുന്നത്. മുന്തിരിയുടെ ജന്മദേശം റഷ്യയാണ്. പഠിച്ചു വെക്കണം. മുന്തിരിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഗോതമ്പ്. ഗോതമ്പിന്റെ ജന്മദേശം ഏതാണ്? തുർക്കിയാണ്. ഗോതമ്പിന്റെ ജന്മദേശം ഏതാണ്? തുർക്കിയാണ്. നെല്ലിന്റെ ജന്മദേശം ചൈനയായിരുന്നു. തേയിലയുടെ ജന്മദേശം ഏതായിരുന്നു? ചൈനയായിരുന്നു. ഗോതമ്പിന്റെ ജന്മദേശമാണ് ഏത്? തുർക്കി എന്ന് പറയുന്നത്. ചോളം. ചോളത്തിന്റെ ജന്മദേശമാണ് മെക്സിക്കോ. ചോളത്തിന്റെ ജന്മദേശം ഏതാണ്? മെക്സിക്കോ ആണ്. തെങ്ങ്. തെങ്ങിന്റെ ജന്മദേശമാണ് മലേഷ്യ. തെങ്ങിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മലേഷ്യയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. മാമ്പഴത്തിന്റെ ഇന്ത്യയായിരുന്നു. ഏലം ഇന്ത്യയായിരുന്നു. പരുത്തി ഇന്ത്യയാണ്. കുരുമുളക് ഏത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. ഉരുളൻകിഴങ്ങ് പെറുവാണ്. നെല്ല് ചൈനയാണ്. ചേർത്ത് വെച്ച് പഠിക്കണം. തേയില ഏത് തന്നെയാണ്? ചൈന തന്നെയാണ്. കൊക്കോ അമേരിക്കയാണ്. കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ. ഒരിക്കൽ കൂടി കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ എന്നിവയുടെ ജന്മദേശമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. മുന്തിരിയുടെ ജന്മദേശം റഷ്യയാണ്. ഗോതമ്പിന്റെ ജന്മദേശം തുർക്കിയാണ്. ചോളത്തിന്റെ ജന്മദേശം മെക്സിക്കോ ആണ്. തെങ്ങിന്റെ ജന്മദേശം മലേഷ്യയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാണ്യവിളകളെ പറ്റിയാണ്. പിന്നെ ജന്മദേശങ്ങളുമാണ് പഠിച്ചത്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.